Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening all. എല്ലാവർക്കും good evening കേട്ടോ. Good evening, ma'am. Good evening. കുറച്ചു പേരുള്ളല്ലോ, ഇനി കയറാനുണ്ട്. ഇത്രയും പേരെ കയറുന്നുള്ളൂ ഇപ്പോ. ഇത്രയും പേരുള്ളോ? കേറുമായിരിക്കും മാം ചിലപ്പം. കയറുമായിരിക്കും അല്ലേ? ഓക്കെ. പ്രേയർ ആരാ പാടുന്നേ? സമയം കളയാനില്ല കേട്ടോ. പ്രേയർ ആരാ പാടുന്നേ? ഒരാള് മുമ്പോട്ട് വരിക. ഞാൻ ചെയ്യാം മാം. ഓക്കെ. Dear God, what a beautiful creation it is. Morning sun brings daylight. What a pleasant morning it is. Flowers' aroma is spreading everywhere. Birds are chirping so that everyone can wake up. A cool breeze will blow. Stop being lazy and start working. And help us to study, help our facilitator, and help our friends. Night moon come and make mind fresh. Thank you, God, for making us a wonderful creature in this world. Thank you. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഹൈജീൻ വരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? എല്ലാവരും വായിച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ലേ ഹൈജീൻ വരെ? ആരും വായിച്ചില്ലേ? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്ത് പറ്റി എല്ലാവർക്കും? മൂഡ് ഓഫ് ആണോ? വായിച്ചോ? ഹൈജീൻ വരെ വായിച്ചോ? വായിച്ചല്ലേ? ഓക്കെ. എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളത്? ഹൈജീൻ വരെയുള്ള കാര്യങ്ങള്. Yes, ma'am. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് റോൾ ഓഫ് ഇമോഷൻസ് കേട്ടോ. അതൊന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യട്ടെ, ഒരു 2 മിനിറ്റ് എടുത്തിട്ട്. എന്നിട്ട് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളൊന്ന് മനസ്സിലൊന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കാം കേട്ടോ. ഇമോഷൻസിനെ കുറിച്ചിട്ട് ഒന്ന് വായിക്കുക കേട്ടോ. റോൾ ഓഫ് ഇമോഷൻസ് മാത്രം വായിക്കുക. മാം ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ? അതെ. മൊത്തം പാരാഗ്രാഫ് വായിക്കണം കേട്ടോ. സെക്കൻഡ് പാരാഗ്രാഫും വായിക്കണം. ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു മൊത്തം പാരാഗ്രാഫ് വായിക്കണം.
വായിച്ചു കഴിയുമ്പോ ഒന്ന് പറയാം കേട്ടോ. ഗുഡ് ഈവനിങ് ലിൻഡ എൽദോസ്. വായിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു മാം. കഴിഞ്ഞല്ലേ? ഒരു സെക്കൻഡേ. ഓക്കെ, വായിച്ചല്ലേ? എല്ലാവരും വായിച്ചല്ലേ? ഓക്കെ. ഭാവന ഗണേഷേ, ഭാവന മാം എന്താ മോളെ മനസ്സിലായത് ഇമോഷൻസ് വായിച്ചപ്പോ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഇമോഷൻസ് റിലേഷനുമായിട്ട്, അതായത് പ്യൂപ്പിൾസും ടീച്ചേഴ്സ്, പേരൻസ്, സിബ്ലിങ്സ് ഒക്കെ ആയിട്ടുള്ള അവരുടെ സ്കൂളിലും ഹോമിലും ഉള്ള റിലേഷൻസിനെ കുറിച്ചും സ്മൂത്ത് ആയിട്ട്, അതായത് ഇപ്പം ഒരു ടീച്ചറുമായിട്ടുള്ള റിലേഷൻ ആണെങ്കിൽ അവർക്ക് വേറെ ഇതൊന്നും ഇല്ലാതെ സ്മൂത്ത് ലേണിംഗ് നടത്താൻ പാകത്തിനുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള റിലേഷൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത്രേ ഉള്ളോ? ഈ ഇത്രയും വലിയൊരു പാരാഗ്രാഫ് വായിച്ചിട്ട് അത്രയും കിട്ടിയുള്ളോ? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? മുബീന? യെസ് മാം. എന്താ മുബീന വായിച്ചപ്പോ മനസ്സിലായി? ഇമോഷൻസ് കുട്ടികളുടെ ടീച്ചേഴ്സ്, അങ്ങനെ നമുക്ക് പ്രിയപ്പെട്ട ആൾക്കാരുമായിട്ട് ഇമോഷൻസ് കൂടുതൽ കണക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവര് കൂടുതൽ അറ്റാച്ച് ആയ ആൾക്കാരോടാവും ഇപ്പം കരയാണേലും അവരുടെ സങ്കടങ്ങളും അങ്ങനെയുള്ളതൊക്കെ പറയുന്നത് ടീച്ചേഴ്സിനോട്, പാരൻസിനോട് അല്ലെങ്കിൽ സിബ്ലിങ്സിനോട് അങ്ങനെയാവും പറയുന്നത്. അപ്പോൾ ഇമോഷൻസ് കണക്ഷൻ ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. എല്ലാവരും വായിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, അതായത് നമുക്കറിയാം സഹപാഠികൾ ഉണ്ടല്ലേ. സ്കൂളിലാവുമ്പോ നമുക്ക് എന്താണ്, നമുക്ക് കൂട്ടുകാരുണ്ടാവും അല്ലെ, ഫ്രണ്ട്സ് ഉണ്ടാകും. അതുപോലെ തന്നെ അധ്യാപകരുണ്ടാവും അല്ലെ, ടീച്ചേഴ്സ് ഉണ്ടാകും. പിന്നെ നമ്മുടെ പാരൻസ്, അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, അതുപോലെ നമ്മുടെ ഫാമിലി, നമ്മുടെ ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ, എങ്ങനെയാണ് നമ്മുടെ കുടുംബത്തിലെ ഒരു അന്തരീക്ഷം വരുന്നത്. അപ്പോ ഇവയൊക്കെ ആയിട്ട്, അതായത് ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ കുട്ടിയുടെ കുഞ്ഞിന്റെ ഫ്രണ്ട്സ് ആണെങ്കിലും, കുട്ടിയുടെ അധ്യാപകനാണെങ്കിലും, മാതാപിതാക്കള് പാരൻസ് ആണെങ്കിലും, സഹോദരങ്ങളാണെങ്കിലും, അതുപോലെ തന്നെ കുട്ടിയുടെ കുടുംബാന്തരീക്ഷമായിട്ടും എന്താണ്, കുട്ടിയുടെ ഇമോഷൻസ് എന്താണ്, കണക്റ്റഡ് ആവുന്നുണ്ട്. അതായത്
ഓരോ കാര്യങ്ങളുമായിട്ടും, ഇപ്പൊ വീട്ടു സാഹചര്യങ്ങളുമായിട്ടും അല്ലെങ്കിൽ വീട്ടിലെ പാരന്റ്സുമായിട്ടും മറ്റു റിലേഷൻഷിപ്പിലുള്ള ആളുകളുമായിട്ടൊക്കെ എന്താണ് കുട്ടിയുടെ ഇമോഷൻസ് ഡയറക്ട്ലി കണക്റ്റഡ് ആണ്. ഓക്കെ, അതായത് കുട്ടിയെ ഓരോ ദിവസം കുട്ടിയെ എന്താ പറയാ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് ഇവരുമായിട്ടുള്ള ഇമോഷൻസ് കുട്ടിയെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയാണോ? കുട്ടിയുടെ അതായത് കുട്ടിയുടെ ഓരോ ദിവസത്തെ ഗ്രോത്തിനും അവന്റെ ഡെവലപ്മെന്റിനും ഒക്കെ എന്താണ് ഈ പറഞ്ഞ ആളുകളുമായിട്ടുള്ള ഈ കണക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോ പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും അല്ലെ? ഒരു കുട്ടിയെ സംബന്ധിച്ച് പലതരത്തിലുള്ള ഇമോഷൻസ് ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും ഇമോഷൻസ്? ഒരു കുട്ടിയെ മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഇമോഷൻസ് വരിക? അവന് എന്തൊക്കെയാ വരിക? joy, happy, sorrow, sad, sad, angry, പിന്നെ cry, കരച്ചിൽ, ക്രൈ, പിന്നെന്താ? അത്രേ ഉള്ളോ? sensitive, സെൻസിറ്റീവ്, സങ്കടം വരിക, പെട്ടെന്ന് സങ്കടം വരിക. ഹാപ്പിനെസ് ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹാപ്പിനെസ് എന്താ പറയുക ഒരു ഇമോഷൻ ആണ്. അതുപോലെ തന്നെ സാഡ്നെസ് അല്ലെ, സങ്കടം വരുന്നത്. അതുപോലെ തന്നെ ഫിയർ, പേടി ഉണ്ടാവുക, അതൊക്കെ എന്താണ് ഇമോഷൻ ആണ്. പിന്നെ ആങ്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംഗ്രി ആവുക, ദേഷ്യപ്പെടുക അല്ലെ, ദേഷ്യം ഉണ്ടാവുക. പിന്നെ സർപ്രൈസ് അല്ലെ, നമ്മ എന്താ പറയാ ഭയങ്കരമായിട്ട് എന്താ അത്ഭുതപ്പെടില്ലേ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് എന്തെങ്കിലും ഒരു സർപ്രൈസ്, അതായത് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുതരുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തത് നമുക്ക് മുമ്പിൽ കിട്ടുമ്പോൾ എന്താണ് ഒരു വികാരം ഉണ്ടാവില്ലേ നമുക്ക്? അങ്ങനെയുള്ള കാര്യങ്ങൾ അതും ഇമോഷനിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റെസ്പെക്റ്റിൽ വരും കേട്ടോ. കണ്ടംപ്റ്റ്, റെസ്പെക്റ്റും എന്ത് തന്നെയാണ്? ബഹുമാനം എന്ന് പറയുന്നത് എന്താണ്? ഇമോഷനിൽ വരുന്നതാണ് അല്ലെ? അപ്പൊ നമുക്ക് അധ്യാപകനോടുള്ളത് എന്താ? റെസ്പെക്റ്റ് ആണ് അല്ലെ? നിങ്ങൾക്ക് എന്നോടുള്ളത് എന്ത് ഇമോഷനാ? റെസ്പെക്റ്റ് അല്ലേ? ഇനി ഇഷ്ടമില്ലാത്ത അധ്യാപകനാണെങ്കിലോ? ഇഷ്ടമില്ലാത്ത ആളാണെങ്കിലോ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത എന്തുവരെ ഇപ്പൊ നിങ്ങള് കുറെ സ്റ്റേജുകളിൽ നിങ്ങൾ പഠിച്ചു വന്ന ആളുകളല്ലേ? നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ആ കാലഘട്ടത്തില്, നിങ്ങളുടെ സ്കൂൾ കാലഘട്ടത്തിലും നിങ്ങളുടെ കോളേജ് കാലഘട്ടത്തിലൊക്കെ എന്താണ് ഇഷ്ടമുള്ള അധ്യാപകൻ ഉണ്ടാകും, ഇഷ്ടമില്ലാത്ത അധ്യാപകൻ ഉണ്ടാവും അല്ലെ? ഇഷ്ടമുള്ള അധ്യാപകനാണെങ്കിൽ എന്താണ് നമുക്ക് വികാരങ്ങൾ ഉണ്ടാവുക? അയാള് ക്ലാസ്സിൽ കയറി വരുമ്പോ എന്തൊക്കെയാ ഉണ്ടാവുക? ജ്യോതി ഉദയ ഒന്ന് പറഞ്ഞേ മോളെ. ഇഷ്ടമുള്ള ഒരു ടീച്ചറും ഇഷ്ടമില്ലാത്ത ഒരു ടീച്ചറും കടന്നു വരികയാണ് മോളുടെ ക്ലാസ് റൂമിലോട്ട് എന്ന് വിചാരിക്കാം. എന്തൊക്കെയാ ഉണ്ടാവുക? പേരും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമുക്ക് ഇഷ്ടമുള്ള അധ്യാപകർ വരുമ്പോ കൂടുതൽ സന്തോഷമായിരിക്കും. അപ്പൊ അവരുടെ ക്ലാസ് അറ്റൻറ്റീവ് ആയിട്ട് കേൾക്കാൻ തോന്നും. ഇനി എന്തൊക്കെയാണ് പഠിപ്പിക്കുക, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ അറിയാം എന്നൊക്കെ ഒരു തോട്ട് ഉണ്ടാവും. പിന്നെ നമുക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുള്ള ഇത് പ്രൈവറ്റ് ആയിട്ടുള്ള തിങ്സ് ആണെങ്കിലും പിന്നെ അവരുടെ കൂടി കാര്യങ്ങൾ അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ലെ? ഓക്കെ. ഇനി ഇഷ്ടമില്ലാത്തവരാണ് വന്നെങ്കിലോ? ഇല്ലാത്തവരാണെങ്കിൽ അവർ വന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നും. വന്നില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് തോന്നുന്നു അല്ലെ? അങ്ങനെയാണ് ഇമോഷണൽ ജ്യോതിയുടെ. ഓക്കെ, സാരില്ല ഞാൻ ജസ്റ്റ് ചോദിച്ചെന്നുള്ളൂ. അപ്പോ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ കാര്യം എടുക്കണ്ട. ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ? അവരുടെ ക്ലാസ് കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യം തോന്നും അല്ലെ? അവരെ കണ്ടിരിക്കാനും അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച്, അതായത് നമ്മുടെ ശ്രദ്ധ വിടുകയില്ല അല്ലെ? അവരുടെ ചിലവരുടെ അപ്പിയറൻസ് നല്ല ഇഷ്ടമായിട്ട് തോന്നും നമുക്ക്. ചില ടീച്ചേഴ്സ് അല്ലെങ്കിൽ ചില സാറുമാര് വരുമ്പോഴ് അവരുടെ ഡ്രസ്സിങ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങള് കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നല്ലേ? നല്ല സുന്ദരിയായിരുന്നു. ഞങ്ങൾ അവരുടെ ക്ലാസ് എല്ലാം ശ്രദ്ധിക്കുക, അവരുടെ ഹെയർ സ്റ്റൈലും അവരുടെ സാരി, ചിലവരുടെ ഫിസിക്കൽ അപ്പിയറൻസ് ആണ് ശ്രദ്ധിക്കാറ്. ടീച്ചറിന് എന്ത് സാരിയാണ് എടുത്തുകൊണ്ട് വരിക, അങ്ങനെയൊക്കെ ഫിസിക്കൽ അപ്പിയറൻസ്. അതെ. ചിലവരെങ്ങനെയാണ്, ചില സാറുമാരും ഉണ്ട്, ചില ടീച്ചർമാരും ഉണ്ട്. ടീച്ചേഴ്സിനാണെങ്കിൽ പ്രത്യേകിച്ച് സാരിയിലായിരിക്കും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടാവുക. അതെല്ലാവരും അങ്ങനെയാണ്. സാരിയിൽ കാണാനാണ് ആളുകൾക്ക് കൂടുതലായിട്ട് താല്പര്യം ഉണ്ടാവുക ടീച്ചേഴ്സിനാണെങ്കിൽ. അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ആക്സസറീസ് അല്ലെ? അതായത്
നമ്മളൊരു പെൺകുട്ടിയാണെങ്കിൽ നമ്മൾ സാരി എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ആക്സസറീസ് എടുക്കാനായിട്ട്, അതായത് അത് ധരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മള് കൂടുതൽ എന്താ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ ഹെയർ സ്റ്റൈല്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് ആളുകളിലേക്ക് പെട്ടെന്ന് അട്രാക്ഷൻ തോന്നുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ജെൻസിന്റെ കാര്യം എടുത്താൽ ഇപ്പൊ സാറമാരാണ് വരുന്നതെങ്കിൽ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല് മീൻസ് അതായത് ഇൻ ചെയ്തുകൊണ്ടൊക്കെ വരുന്നൊരു രീതിയുണ്ട്. അതുപോലെ തന്നെ ഷൂ എല്ലാവരും നല്ല ക്ലീൻ ആയിട്ട് വരുന്ന ആളുകളുണ്ട്. പിന്നെ അവരുടെ ഹെയർ സ്റ്റൈല്, അവരുടെ ഒരു മൊത്തത്തിൽ അവരുടെ അപ്പിയറൻസ് എന്താണ് നമ്മളെ അട്രാക്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു ഫിസിക്കൽ അപ്പിയറൻസിന്റെ കൂടെ തന്നെ അവർ പഠിപ്പിക്കുന്ന ടീച്ചിങ് സ്റ്റൈലും കൂടി വേറെ ആണെങ്കിൽ എന്താണ് നമുക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നും അല്ലെ. അപ്പോ ഇതാണ്, അതായത് ചിലവരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട്. ഇപ്പൊ അധ്യാപകനായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാരന്റ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എന്താണ് ചില റിലേഷൻസ് എന്താണ് നമ്മൾക്ക് എന്താണ് നമ്മളെ ഗ്രോ ചെയ്തെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോ റെസ്പെക്ട്, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്താണ് റെസ്പെക്ട് അല്ലെ. ചില അധ്യാപകനോട് നമുക്ക് റെസ്പെക്ട് തോന്നും, മറ്റു ചിലരോട് എന്താണ് ഡിസ്റെസ്പെക്റ്റും തോന്നും. ഇനി അടുത്തൊരു വികാരമാണ്, അതായത് ഒരു ഇമോഷൻ ആണ് ഡിസ്ഗസ്റ്റ് എന്ന് പറഞ്ഞാല്. ഡിസ്ഗസ്റ്റ് അതെന്താ പറയാ, വെറുപ്പ്, അല്ലെങ്കിൽ എന്താ അറപ്പൊക്കെ തോന്നില്ലേ, വെറുപ്പ് തോന്നുക. നമുക്ക് എന്തെങ്കിലും ഒരു വസ്തുവിനോടോ അല്ലെങ്കിൽ ചില ആളുകളോടോ എന്താണ് നമുക്ക് എന്താ പറയാ വെറുപ്പ് തോന്നാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ എന്താണ് ഇമോഷനിൽ പെടുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഹാപ്പിനെസ് ഉണ്ട്, അതുപോലെ തന്നെ സാഡ്നെസ് ഉണ്ട്, ഫിയർ ഉണ്ട്, ആങ്കർ ഉണ്ട്, സർപ്രൈസ് ഉണ്ട്, കണ്ടംപ്റ്റ് ഉണ്ട്, ഡിസ്ഗസ്റ്റ് ഉണ്ട്. ഓക്കെ മാം, ഈ പൊസസീവ്നെസ് വരുമോ ഇമോഷനില്? പൊസസീവ്നെസ് വരുമോ? സ്വാർത്ഥതയല്ലേ അത് കുറച്ച് അല്ലെ, അല്ലെ അതല്ലേ ഉദ്ദേശിച്ചത്? വരുമോ അല്ലെ. ഓക്കെ, കുട്ടിയെ സംബന്ധിച്ച് ഉണ്ടാവോ? ഉണ്ടാവും ഉണ്ടാവും. കുഞ്ഞ് അല്ലെ, ഒരു കുഞ്ഞാണെങ്കിൽ ഇപ്പോ എന്താ പറയാ ഉണ്ടല്ലേ. സിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ഒറ്റയ്ക്ക് വളർന്നൊരു കുട്ടിയാണ്, പെട്ടെന്ന് ആ കുട്ടിക്ക് ഒരു സഹോദരനോ സഹോദരിയോ വരികയാണെങ്കിൽ എന്താണ് കുട്ടിയുടെ ഉള്ളിൽ എന്തുണ്ടാകും? ആ കുഞ്ഞിനോടാണ് കൂടുതൽ സ്നേഹം കാണിക്കുന്നതെങ്കിൽ കുഞ്ഞിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? സ്വാഭാവികമായിട്ട് ആ ഒരു ഇമോഷന് വരും കേട്ടോ. ആ പൊസസീവ്നെസ് ഇമോഷനിൽ വരുന്നതാണ് കേട്ടോ. ഞങ്ങൾക്ക് കൂടുതലുണ്ട് പൊസസീവ്നെസ്. കൂടുതല് കുറച്ച് ഏജ് ഗ്യാപ്പിലൊക്കെ വേറെ കുട്ടി ഉണ്ടായാലേ അപ്പം ഈ കുട്ടിക്ക് ഭയങ്കര നമ്മൾ അവരോട് കൂടുതൽ ഇടപഴകുമ്പോഴൊക്കെ ഭയങ്കര ശരിയാണ്. ഏജ് ഗ്യാപ്പ് അത് ശരിയാണ്. ഏജ് ഗ്യാപ്പ് മാത്രമാണോ, അല്ലാത്തവർക്കും ഉണ്ടാവാറില്ലേ? ഏജ് ഗ്യാപ്പ് അല്ലാത്തവർക്കും ഉണ്ട്. അല്ലാത്തവർക്കും എന്റെ 2 മക്കൾക്കും ഉണ്ട് അതുപോലെ. ഉണ്ടല്ലേ. ഞാൻ ഒരാളെ കൂടുതൽ സ്നേഹിച്ചാൽ മറ്റാൾക്ക് പിടിക്കില്ല. അതാണ് അങ്ങനെ ഒരു യെസ്, അങ്ങനെയുണ്ട്. ചിലവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുള്ളൂ അനിയത്തിയോ അനിയനൊക്കെ വരുന്നതിൽ. ചിലവര് പറയും ഇല്ല ഞാൻ മാത്രം മതി, അങ്ങനെയൊക്കെ പറയാറില്ലേ? പറയാറുണ്ടോ? ആരെങ്കിലും ഒറ്റ ആളുള്ള ആരെങ്കിലും ഉണ്ടോ? ഒരാളുള്ള? എല്ലാവർക്കും 2 പേരുണ്ട്? ഇല്ല മാം. ഇല്ല മാം, ഒരാളേ ഉള്ളൂ. ഇല്ല, ഒരാളല്ല. ഓക്കെ. ഇനി അടുത്തത് ഇവിടെ പറയുന്നത് ഒരു നല്ല അധ്യാപകൻ എന്താ പറയാ തന്റെ അതായത് നമ്മള് ടീച്ചേഴ്സ് ആകുമ്പോള് കുട്ടികള് സ്റ്റുഡൻസിന്റെ അടുത്ത്, അതായത് സ്റ്റുഡൻസിന്റെ ഇമോഷൻസ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അധ്യാപകന്റെയും എന്താണ് ഇമോഷൻസ് കുറിച്ചിട്ട് അവർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നു. അതുവഴി എന്താണ് ക്ലാസ്സിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതായത് ഇപ്പൊ കുട്ടികളിൽ തന്നെ എന്താണ് പല ടൈപ്പ് കുട്ടികൾ ഉണ്ടാവാം അല്ലെ, സ്റ്റുഡൻസ് ഉണ്ടാവും. ചിലവര് നന്നായിട്ട് പഠിക്കുന്നവരുണ്ടാകാം, ചിലവരെന്താണ് അധികം പഠിക്കാത്തവരുണ്ടാകാം, ചിലവര് എന്താ പറയാ ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ള കുട്ടികൾ ഉണ്ടാവും, ചിലതിനകത്ത് കുറച്ച് വീക്ക് ആയിരിക്കുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അതായത് ചില കുട്ടികള് ദേഷ്യമുള്ള കുട്ടികൾ ഉണ്ടാവാം, ചിലവര് ഭയങ്കര പേടിയുള്ള പിള്ളേരുണ്ടാവും. അതായത് ടീച്ചേഴ്സിനൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടി, എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചാലൊക്കെ എന്താണ് മിണ്ടാതൊക്കെ ഇരിക്കുക, അല്ലെങ്കിൽ കരയുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവും. പല ഇമോഷൻസ് ഉള്ള കുട്ടികൾ ഉണ്ടാകും. അപ്പൊ ആ കുട്ടികളെയൊക്കെ എന്താണ്
അധ്യാപകൻ മനസ്സിലാക്കണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, ടീച്ചേഴ്സിന് അറിയാൻ പറ്റും, ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വൽ ആയിട്ട് ടീച്ചേഴ്സിന് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അവരുടെ വീക്ക് പോയിന്റ് എന്താണ്, അവരുടെ ഗുഡ് പോയിന്റ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കി അവരുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അധ്യാപകൻ എന്ത് ചെയ്യണം, കുട്ടികളുമായിട്ട് കൂടുതൽ ഇന്റർഫിയർ ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പോ പഠിക്കാത്ത കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഒരു ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താണ് തലേ ദിവസം പറഞ്ഞ കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നും വരെ ഉണ്ടാവില്ല, ചോദ്യം ചോദിക്കുമ്പോൾ ആൻസർ പറയാതിരിക്കുക, അങ്ങനെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കുട്ടികളോട് അധ്യാപകർ ചിലപ്പോൾ ദേഷ്യപ്പെടും അല്ലെ. നമ്മളൊക്കെ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് വന്നവരാണ് അല്ലെ, നമ്മളോടൊക്കെ അധ്യാപകൻ ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ എന്താണ്, ആ ദേഷ്യപ്പെടൽ, അതായത് അധ്യാപകന്റെ ഇമോഷൻസ് എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം അവിടെ. ഇപ്പൊ ദേഷ്യം ഉണ്ടെങ്കിൽ എന്താണ്, അത് അധികം പ്രകടിപ്പിക്കാനായിട്ട് പാടില്ല. കുട്ടികൾ എന്താണ്, നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ബോണ്ട് ചെയ്തെടുക്കുക, അവരെ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എന്ത്, ഒരു അധ്യാപകന്റെ ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അധ്യാപകന്റെ ഇമോഷൻസ്, അധ്യാപകന് ചിലപ്പോ എന്താ ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് സങ്കടം ഉണ്ടാവും, അല്ലെങ്കിൽ എന്താണ് ഭയങ്കര നമ്മളെ പോലുള്ള വികാരങ്ങളൊക്കെ അധ്യാപകനും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യണം, ആ സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്യണം, അതിനെക്കുറിച്ച് അവയർനെസ് അധ്യാപകന് ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അതുപോലെ തന്നെ ഇമോഷൻസിന്റെ കാര്യം പറയുമ്പോൾ പാരന്റ്സുമായിട്ട്, അതായത് പാരന്റ്സ് കുട്ടികൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യരുത്, ഇതുപോലുള്ള കാര്യങ്ങൾ, അതായത് കുട്ടികളോട് അധികമായിട്ട് ദേഷ്യപ്പെടാനോ, എന്താ പറയാ, ഭയങ്കരമായിട്ട് അവരില് എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോ ചില കുട്ടികൾക്ക് എന്താണ്, ചില കുട്ടികൾക്ക് നമ്മളോട് പല കാര്യങ്ങളൊക്കെ വന്ന് പറയാനായിട്ട് ഉണ്ടാകും. പക്ഷെ നമുക്ക് ഇപ്പോ ജോലിക്കൊക്കെ പോകുന്ന പാരന്റ്സ് ഒക്കെ ആണെങ്കിൽ അവര് പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ കേട്ടെന്നൊക്കെ വരില്ല. ചിലപ്പോ നിസ്സാരമായിട്ടുള്ള കാര്യമായിരിക്കുള്ളൂ, ക്ലാസ്സിലെ സംഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ നിസ്സാരം, ചിലപ്പോ അവർക്ക് എന്തെങ്കിലും പേടി തട്ടിയിട്ടുണ്ടാവാം, എന്തെങ്കിലും സങ്കടങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ കുഞ്ഞു വന്ന് നമ്മളോട് പറയാണ്, അമ്മേ എനിക്കിനൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോ നമ്മ എനിക്കിപ്പോ സമയമില്ല, പിന്നെ പറയാം, പിന്നെ നോക്കാം, പിന്നെയൊക്കെ പറയുമ്പോ കുട്ടിക്കും എന്താണ് അവിടെ ഭയങ്കരമായിട്ട് എന്താ പറയാ, ഒരു എന്താ പറയാ, സങ്കടം വരികയാണ് അവിടെ കുട്ടിക്ക്. കാരണം എന്താ, കുട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ആരും ഉണ്ടാവാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് ഭയങ്കര വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലെ. അപ്പോ മാതാപിതാക്കളും എന്താണ്, കുട്ടികളുടെ ഇമോഷൻസ് അറിഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി അതുപോലെ തന്നെ വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികള് ഒരേ വികാരങ്ങള് പലതരത്തിലാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചെറുപ്പത്തിലേ ഉള്ള, അതായത് കുഞ്ഞിലേ ഉള്ള കുഞ്ഞുങ്ങൾക്ക് എന്താ പറയാ, അതായത് ബേബീസിന് അധികം ഇപ്പൊ 2, 3, 4 വയസ്സുള്ള ആ ഒരു പ്രായമൊക്കെ ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് എന്താണ്, ശരിക്കും അവരുടെ ഇമോഷൻസ് വാക്കാല് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അവര് പലപ്പോഴും എന്ത് ചെയ്യുക, അവരുടെ ഇമോഷൻസ് ആക്ഷൻസിലൂടെയൊക്കെയല്ല നമ്മളെ കാണിച്ചു നിൽക്കുക. അപ്പോ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച്, അതായത് ചെറുതിൽ നിന്നും വലുതാകും തോറും എന്താണ്, കുട്ടികൾക്ക് കൂടുതലായും വാക്കുകള് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ചെറുപ്പത്തിൽ എന്താണ്, ചിലപ്പോ നമുക്ക് വാക്കുകളൊന്നും കിട്ടിയെന്ന് വരില്ല പറഞ്ഞു കൊടുക്കാനായിട്ട്, ഇമോഷൻസ് പ്രകടിപ്പിക്കാനായിട്ട്. പക്ഷെ എന്താണ്, വലുതാകും തോറും കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വാക്കുകള് കൂടുതല് അവനിലേക്ക് എത്തുന്നുണ്ട്. ആ വാക്കുകൾ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കുട്ടികള് ഇമോഷൻസ്, തനിക്കിപ്പോ സങ്കടം ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താണ് സന്തോഷം വരുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് നമ്മളെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് അറിയിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ പ്രായമേറും തോറും എന്താണ്, ഇമോഷൻസ് ലാംഗ്വേജിലൂടെയാണ് നമ്മളോട് കുട്ടി പറയുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ, അതായത് ഇമോഷൻസ്, അതായത് കുട്ടിയെ നമ്മളിങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കും തോറും എന്താണ്, കുട്ടി സൊസൈറ്റിക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. അതായത് സമൂഹത്തിലെ തന്നെ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട്, നല്ലൊരു വ്യക്തിത്വമായിട്ട് വളർത്തിയെടുക്കാനായിട്ട് ഈ ഇമോഷൻസ്, അതായത്
ഇവന്റെ, അതായത് ഈ കുട്ടിക്ക് ഫാമിലിയിൽ നിന്നും സ്കൂളിൽ നിന്നും കൊടുക്കുന്ന ആ ഒരു എന്താ പറയാ കണക്ഷൻ ഉണ്ടല്ലോ, അത് അവനെ എന്താണ് സൊസൈറ്റിക്ക് നല്ലൊരു പേഴ്സൺ ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ പാഠപുസ്തകങ്ങളിലൂടെ പഠിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ അറിയുന്നുണ്ട്, വീട്ടിലെ അന്തരീക്ഷത്തിലൂടെ അറിയുന്നുണ്ട്, പുറത്ത് കൂട്ടുകാരുമൊത്ത് കളിക്കുമ്പോൾ അറിയുന്നുണ്ട്, സ്കൂളിലെ അധ്യാപകരുമായിട്ട് എന്താ പറയാ ഇടപഴകുമ്പോൾ ചില കാര്യങ്ങൾ അവൻ പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ്, സമൂഹത്തിന് ഉതകുന്ന ഒരു വ്യക്തിയായിട്ട് അവനെ നമുക്ക് ബോണ്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അധ്യാപകന്റെ വ്യക്തിപരമായിട്ടുള്ള സ്വാധീനം. നേരത്തെ പറഞ്ഞാണല്ലേ നമ്മള്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ നിങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആരാ മോളെ? ഒന്ന് പറയാമോ, ഒന്ന് ഷെയർ ചെയ്യാമോ? ഇത് നിങ്ങൾക്കൊരു ചാൻസ് ആണ് കേട്ടോ, അധ്യാപകനെ ഓർക്കാനും അധ്യാപകനോട് അന്ന് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നന്ദി പ്രകടിപ്പിക്കാനോ മറ്റോ പറ്റിയില്ലെങ്കിൽ അതിനുള്ള ഒരു ചാൻസ് ആയിട്ട് കാണണം. എനിക്ക് ബാഡ് എക്സ്പീരിയൻസ്, അതായത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ ബാഡ് എക്സ്പീരിയൻസ് ഉള്ളൊരു ടീച്ചർ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ പിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീച്ചറും ഉണ്ടായിരുന്നു. 10th ക്ലാസ്സിൽ 8 തൊട്ട് 10th ക്ലാസ് വരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ഒരു സാറുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എത്ര കറക്റ്റ് ആയിട്ട് ആൻസേഴ്സ് എഴുതിയാലും അതിലുള്ള മിസ്റ്റേക്ക് മാത്രം ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഇടും. പക്ഷേ സാറെന്ന് പറഞ്ഞാല് ഫിസിക്കൽ അപ്പിയറൻസ്, ഗേൾസ് ഒരു അപ്പൊ ഫിസിക്കൽ അപ്പിയറൻസ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളോട് ഭയങ്കര, ബോയ്സിനോട് അത്ര വലിയ അറ്റാച്ച്മെന്റ് ഇല്ല, പക്ഷെ ഗേൾസിന് അവരുള്ള എന്തുവാ നല്ല ഫിസിക്കൽ അപ്പിയറൻസ് ഒക്കെ കാണാനുള്ള കുട്ടികളെ എങ്ങനെ തെറ്റെഴുതിയാലും എന്ത് ചെയ്യും, മാർക്ക് കൊടുക്കും. എന്നിട്ട് നമ്മളെ ഒരു വല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യും, ട്രീറ്റ് ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ്, നമ്മൾ എഴുതുന്ന മിസ്റ്റേക്ക് ഓൾറെഡി തെറ്റാണ്, അത് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെ അത് മാറ്റിക്കൊണ്ടുവരാന്ന് ഒരിക്കലും പറഞ്ഞു തരികയോ ഒന്നും ചെയ്യാറില്ലായിരുന്നു. ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മൾ മലയാളം മീഡിയത്തിൽ പഠിച്ച് അത്ര വലിയ ഇതൊന്നും നമുക്കില്ലല്ലോ ഇംഗ്ലീഷ് എഴുതുന്നതിലും അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും. അപ്പൊ അങ്ങനെയുള്ളപ്പം എനിക്ക് ഇംഗ്ലീഷ് ഇഷ്ടേ അല്ലായിരുന്നു. പത്തിലൊക്കെ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിനെ കണ്ടുകൂടാ, അപ്പൊ ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടമല്ല. പക്ഷെ എനിക്കൊരു വാശി ഉണ്ടായിരുന്നു. എന്ന് വെച്ചാല് ഈ സാറിനെ എന്നെങ്കിലും കാണുമ്പോൾ, നമ്മൾ ഏജ്ഡ് ഒക്കെ ആവുമ്പോൾ നമ്മൾ ഡിഗ്രി ഒക്കെ എടുക്കും, PG ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഒരിക്കൽ കാണുമ്പോൾ എനിക്ക് ഇംഗ്ലീഷ് സബ്ജക്ട് തന്നെ എടുക്കണം, അതിൽ PG ഒക്കെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആരോടുള്ള വാശിക്ക്? ആ സാറിനോടുള്ള വാശിക്ക്. അപ്പോൾ ഞാൻ +1 ജോയിൻ ചെയ്തു. കൃഷ്ണവേണി എന്ന് പറയുന്ന ഒരു മാം, ടീച്ചർ നേരത്തെ പറഞ്ഞ പോലെ നല്ല അപ്പിയറൻസ് ഒക്കെ ഉള്ള ടീച്ചറാണ്. അപ്പൊ പക്ഷേ ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് സംസാരിക്കും. നമ്മളിലുള്ള മിസ്റ്റേക്ക് ഒക്കെ എങ്ങനെ തിരുത്തിയെടുക്കാം, നമ്മുടെ വൊക്കാബുലറി എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അങ്ങനെയൊക്കെയുള്ള ഐഡിയാസ് ഒക്കെ കുറെ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ കുറെ ഡെവലപ്ഡ് ആക്കിയിട്ട് ഫസ്റ്റ് ഇയർ എക്സാമിന് എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. +1 ക്ലാസ് ടോപ്പ് ആയി. അപ്പൊ എനിക്ക് ഭയങ്കര എനർജി, അപ്പൊ ഇംഗ്ലീഷ് എന്നെ കൊണ്ട് പറ്റും. അപ്പൊ എന്റെ ഉള്ളിലുള്ള ഒരു വാശിയുണ്ട് ആ സാറിന്റെ അടുക്കെ എന്തുള്ളത്. പേഴ്സണലി നമുക്ക് തോന്നുന്നതല്ല, പക്ഷെ നമ്മളെ അങ്ങ് ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വിഷമം തോന്നുമല്ലോ, ആ സാറിന്റെ അടുക്ക് നമുക്കൊരു വെറുപ്പും തോന്നും. അപ്പൊ അങ്ങനെ +1 +2 ഒക്കെ കഴിഞ്ഞ് ഇംഗ്ലീഷിന് A+ ഒക്കെ ഉണ്ട്. അങ്ങനെ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് എടുത്തു, PGക്ക് ഇംഗ്ലീഷ് എടുത്തു. PGക്ക് എന്തോ ദൈവഭാഗ്യം, നമ്മളോടൊപ്പം ദൈവം ഉള്ളതുപോലെ PG എക്സാം തിരുവല്ല മർത്തോമ കോളേജിൽ കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് ബസ്സിൽ വരുന്ന രാത്രി വരുന്ന ഇങ്ങനെ ബാക്ക് ടു ഹോം ആണ്. അപ്പം പെട്ടെന്ന് ബസ്സിന്റെ ഫ്രണ്ട് സീറ്റിൽ ഒരാൾ മാത്രം ഇരിക്കുന്ന സീറ്റ് ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പൊ സൈഡ് വൈസ് നോക്കിയപ്പോ എനിക്കും ആദ്യമേ മനസ്സിലായില്ല. പക്ഷെ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് സാറ് ഞാൻ ഇറങ്ങി വന്നപ്പോഴാണ് ആ സാറ് 10ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച സാറാണെന്ന് കണ്ടത്. അപ്പം എന്തൊക്കെ ചോദിച്ചു, അപ്പൊ കണ്ടപ്പോ ചിരിച്ചു. അങ്ങനെ ചിരിച്ചപ്പോ സംസാരിച്ചു, സാറിന് എവിടെ ജോലി എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഇതുപോലെ കോട്ടയത്താന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ എന്റെ മനസ്സിൽ സാറ് ചോദിക്കുമല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെ എന്താ പഠിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പൊ സാറ് ചോദിച്ചു ഇപ്പൊ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതുപോലെ PG ചെയ്യുവോ, എക്സാം കഴിഞ്ഞിട്ട് വരുവാ, ഫൈനൽ എക്സാമാ എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഏതാ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു ഇംഗ്ലീഷാണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ സാറ് പറഞ്ഞു ഓ നീ ഇംഗ്ലീഷൊക്കെ എടുത്തോ എന്നൊക്കെ പറഞ്ഞ. അപ്പൊ നമ്മളെ ഒരിക്കലും സാർ അങ്ങനെ പ്രതീക്ഷിച്ച് കാണൂല.
ഒരിക്കലും. പിന്നെ PGക്കുള്ള ടീച്ചർ എന്ന് പറഞ്ഞാല് കാർത്തിക മാം. അപ്പൊ എവിടെ പോയാലും ഞാൻ എല്ലാ കുട്ടികളോടും, പഠിപ്പിക്കുന്ന കുട്ടികളോടായാലും പറയുന്ന, അപ്പോൾ നമ്മൾ എത്ര കുട്ടികളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ അവരോട് എത്ര നമ്മൾ അറ്റാച്ച്ഡ് ആവുന്നു എന്നനുസരിച്ചിരിക്കും നമുക്ക് അവര് ഇങ്ങോട്ട് തരുന്ന റെസ്പോൺസ്. അപ്പൊ ആ ടീച്ചറിനെ കണ്ടാണ് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ കുട്ടികളോട് എങ്ങനെ ആയിരിക്കണം. ഈവൻ ടീച്ചറിന്റെ പേഴ്സണൽ മാറ്റേഴ്സും വിഷമങ്ങളും എല്ലാം നമ്മളോട് ഷെയർ ചെയ്യും. നമ്മളും അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ എന്നെ കുറെ ഇൻഫ്ലുവൻസ് ചെയ്ത 2 ടീച്ചേഴ്സാണ് കൃഷ്ണവേണി മാമും കാർത്തിക മാമും. പിന്നെ ബാഡായിട്ട് ഒരു ഇത് ഫീൽ ചെയ്തത് വേറെ ഇംഗ്ലീഷ് സാറ് 10th പഠിപ്പിച്ചു. ഓക്കെ ഓക്കെ. ഇനി വേറെ ആർക്കാ പറയാനുള്ളത്? ഇത് പറയണോട്ടോ എല്ലാവരും. രമ്യ നന്നായിരുന്നു കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണത്, ഇതൊക്കെ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ? ആരാ പറയാ ഇനി അടുത്തത്? ആരുമില്ലേ പറയാനായിട്ട്? രമ്യ പറഞ്ഞില്ലേ ഇപ്പൊ? അതുപോലെ ആർക്കും ഇല്ലേ ഒരു ഇൻഫ്ലുവൻസ്? ആർക്കും ചെലുത്തിയിട്ടില്ലേ ടീച്ചേഴ്സ്? ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകും നിങ്ങളുടെ ലൈഫില്. മാം ഞാൻ പറയാം. ഓക്കെ പറഞ്ഞു. മാം ഡിഗ്രിക്ക് പഠിച്ചപ്പോ ഒരു സാർ ഉണ്ടായിരുന്നു. ആ സാറ് എനിക്ക് ഭയങ്കരമായിട്ട് ഇനി ഒരു ആ ഒരു ഫീൽഡിലേക്ക് പോകുമ്പോ അതുപോലെ ആവണം എന്നുള്ള ഒരു ഇത് കണ്ടത് സാറ് കണ്ടപ്പോഴാണ്. ഭയങ്കര സ്ട്രിക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യണമെങ്കിലും പുറത്ത് കുട്ടികളോട് ഭയങ്കര കണക്ഷൻ ആണ്. ഒരു ഫ്രണ്ട്ലി ബിഹേവിയർ ആയിരുന്നു. നമ്മളിപ്പോ എന്ത് ഇമോഷൻസ് ഉണ്ടെങ്കിലും പറയാം. ഇപ്പം ഗേൾസിനാണേലും ബോയ്സിനാണേലും എന്ത് കാര്യം ഉണ്ടെങ്കിലും സാറിനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാം. അങ്ങനെ ഒരു സ്പേസ് തരുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ട് ക്ലാസ്സിന്റെ അകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാലും സാറിനോട് ഒരു ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യില്ലായിരുന്നു. ആ സാർ എടുക്കുന്ന സബ്ജക്ട്സ് എല്ലാവരും നല്ലപോലെ പഠിക്കുകയും ചെയ്യായിരുന്നു. ആ ഒരു ഇതുകൊണ്ട് ഇഷ്ടമാണ്, എന്നാ ഒരു പേടിയും ഉണ്ട് ആ ഒരു ഇതില്. അതുകൊണ്ട് സാറ് ഭയങ്കരമായിട്ട് എന്റെ ലൈഫിന് ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ 10th ആ സമയത്തൊക്കെ കുറെ ടീച്ചേഴ്സ് ഇങ്ങനെ ഇതുപോലെ തന്നെ ഇപ്പം രമ്യ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കുട്ടികളോട് മാത്രം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അതായത് കുറച്ച് പഠിക്കും എന്നുള്ള ഒരു ഇതുള്ളവരോട് മാത്രം എന്ത് കാര്യമാണേലും ഇപ്പം സ്റ്റഡീസിന്റെ അല്ലെങ്കിലും അല്ലാത്ത കാര്യങ്ങളാണേലും ഇപ്പം എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് എന്ത് കണ്ടക്ട് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നും കുറെ കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തിട്ട് ചെയ്യുന്ന. അപ്പൊ നമുക്ക് അവരോടൊരു ദേഷ്യം തോന്നും. അയ്യോ എന്നെ വിളിച്ചില്ലല്ലോ, അയ്യോ അപ്പൊ കുട്ടികളുടെ മനസ്സിലാണേലും അയ്യോ എനിക്കൊരു കഴിവില്ലേ, അങ്ങനെ ഒരു ഫീലിങ്സ് വരുന്ന അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. കുറച്ച് പേര് മാത്രം ഒന്ന് സെലക്ട് ചെയ്തിട്ട് എന്ത് കാര്യം അവരെ ഏൽപ്പിക്കുക. അപ്പം ബാക്കിയുള്ളവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ ഉണ്ടെങ്കിൽ പോലും അത് ബിൽഡപ്പ് ആയി വരാത്ത ഉള്ളൊരു സാഹചര്യം അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി വേറെ ആരാ പറയാനുള്ളത്? എല്ലാവരും മിണ്ടാതിരിക്കുക അല്ലെ? ദീപ്തി ഹരി പറയാനുണ്ടോ? എന്നാ പറഞ്ഞോ. പിന്നെന്താ നാണിച്ചു വെക്കുന്നവിടെ? അല്ല പറയാനല്ല, വിളിച്ചാലോ ചോദിച്ചതാ. ടീച്ചേഴ്സിനെ കുറിച്ചിട്ടാണ് പറയണ്ടേ കേട്ടോ. ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള, ഇപ്പൊ ബാഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ, നിങ്ങളുടെ ലൈഫില് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസ് കാലഘട്ടത്തില് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള അതും പറയാം. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളവരെ കുറിച്ചിട്ടും പറയാം. ഞാൻ പറയാമോ? ഓക്കെ. ഞാൻ ഒരു കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അവിടെ പഠിച്ച സമയത്ത് ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു. പക്ഷെ എല്ലാ ആക്ടിവിറ്റീസിനും ഹൈ ആയിരുന്നു. അതായത് സ്പോർട്സ്, ഡാൻസ്, പാട്ട്, ഗൈഡിങ്, സ്കൗട്ട്, ഭയങ്കര ആക്ടിവിറ്റീസ് ആയിരുന്നു. ആ സമയത്ത് ഹിന്ദി മിസ് ഒരു ദിവസം ക്ലാസ്സിൽ ചോദ്യം ചോദിച്ചപ്പോ ആൻസർ പറഞ്ഞില്ല. അപ്പൊ ആ ഇയറില് നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്കാ കിട്ടിയത്. എല്ലാ പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ എഴുന്നേപ്പിച്ച് എത്തിച്ചിട്ട് കളിയാക്കി. എന്നോട് പറഞ്ഞു, അത്രയും 10 മിനിറ്റുള്ള ഡയലോഗ് നിനക്ക് കാണാണ്ട് പറയാന്നുണ്ടെങ്കിൽ ഈ ഹിന്ദിയുടെ ഈ ഒരു ക്വസ്റ്റ്യൻസ് നിനക്ക് പറയാൻ പറ്റില്ലേ എന്ന് ചോദിച്ചു. പക്ഷെ ഈ മുമ്പിൽ വെച്ച് കളിയാക്കിയിട്ട് എന്നെ 1 hour പുറത്ത് നിർത്തി. പിന്നെ ഹിന്ദിയുടെ ബുക്ക് തുറക്കുമ്പോ എനിക്ക് ആ മിസ്സിന്റെ മുഖം ഓർമ്മ വരണേ. പിന്നെ ബാക്കി എല്ലാ വിഷയത്തിനും ആ 8th എക്സാമിന് പാസ്സാവും. ഹിന്ദിക്ക് മാത്രം ഞാൻ ഫെയിൽഡ് ആവും.
എന്നുവെച്ചാൽ അത് പറ്റുന്നില്ല നമുക്ക്. അത് ആ ടീച്ചറിനോട് അന്ന് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നമ്മൾ ഷെയിം ആക്കി എന്നുള്ളൊരു, ഒരെണ്ണത്തിൽ നല്ലതായപ്പോ അതിന്റെ പേരിൽ നമ്മൾ ഒരെണ്ണത്തിൽ താത്തി എന്നുള്ള ഒരു ഫീലിംഗ് കൊണ്ട് അത് പഠിക്കാൻ പറ്റില്ല. പക്ഷെ ക്ലാസ് ടീച്ചർ, ഞങ്ങളുടെ മലയാളം സബ്ജക്റ്റിന് ക്ലാസ് ടീച്ചർ ആയിരുന്നു. ഈ ടീച്ചർ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ബാക്കി എല്ലാ വിഷയത്തിനും ഒക്കെ, ഈ ഒരു സബ്ജക്റ്റിന് മാത്രം എന്താന്നുള്ളത്. ഒരു ദിവസം ടീച്ചർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചപ്പോ ഞാൻ കാര്യം പറഞ്ഞു, ഇങ്ങനെയാണ് നമ്മുടെ ടീച്ചറിനെ കുറിച്ച് ഇങ്ങനെ ഒന്നാമതെ കോൺവെന്റ് സ്കൂളാണ്, എനിക്ക് പേടിയായിരുന്നു സിസ്റ്റേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ആരും ഇവരെ പെട്ടെന്നൊന്നും പറയില്ല. അപ്പൊ മിസ് ഇങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഫീലിങ്സ് ടീച്ചറിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പിന്നെ ടീച്ചറിനോടൊക്കെ ഞാൻ സംസാരിക്കുന്നു, പക്ഷെ ആ സബ്ജക്ട് നോക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്. അപ്പൊ തുറന്ന് പറഞ്ഞു ഇങ്ങനെയാണ് എനിക്ക് ഡാൻസ് ടീച്ചറിനോട് ഇങ്ങനെ ചെറിയൊരു ഇതുണ്ട് മനസ്സിലെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ഈ റീന ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഡാൻസ് ടീച്ചറിനെയും വിളിച്ചിരുത്തി എന്നെയും വിളിച്ചിരുത്തിയിട്ട് സംസാരിച്ചു. ടീച്ചർ പറയണ ഞാൻ അന്നും മനുഷ്യനോട് പറഞ്ഞത് ആ ഒരു ക്ലാസ്സിലത്തെ ആ ഒരു ഇതാണ്, അത് ഞാൻ അന്ന് തന്നെ വിട്ടു, പക്ഷെ എന്റെ മനസ്സിൽ അതൊരു വിഷമമായിട്ട് കിടന്നു. പക്ഷെ അത് കഴിഞ്ഞ് പിള്ളേര് നമ്മളെ കളിയാക്കുകയും ചെയ്തു. ഈ മറ്റേ മലയാളത്തിന്റെ മിസ് ടീച്ചർ വന്നിട്ട് രണ്ടുപേരെയും വിളിച്ചിട്ട് സംസാരിച്ചൊക്കെ ആയി. പിന്നീട് അത് ഓക്കെ ആയി. ഏറ്റവും കൂടുതൽ മാർക്ക് പിന്നെ ഹിന്ദിക്ക് വാങ്ങിച്ചാൽ പോയിരുന്നു. വിഷമമുണ്ട്, അതുപോലെ അവരുടെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്നവരുണ്ട്. പക്ഷെ ആ ടീച്ചറിനായിട്ട് ഇപ്പോഴും ഞാൻ ഫേസ്ബുക്കിലൊക്കെ പിന്നീട് നല്ല കോണ്ടാക്ട്, ഏറ്റവും കൂടുതൽ കോണ്ടാക്ട് ഇപ്പോൾ ഉള്ളത് ആ ഹിന്ദി മിസ്സിനോടാണ് ഇപ്പോ കോണ്ടാക്ട്. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മോനിഷ. ഓക്കെ, എനിക്ക് തോന്നുന്നു നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഉണ്ടാവില്ലേ? ഇപ്പൊ ചിലപ്പോ സോഷ്യൽ ആവാം, സയൻസ് ആവാം, ഹിന്ദി ആവാം, മാത്സ് ആവാം, ഇംഗ്ലീഷ് ആവാം. ഇതിനോടൊക്കെ നമുക്ക് ചെറുപ്പകാലത്തിലെ ഒരു വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ടീച്ചർ നമ്മളിൽ ചെലുത്തിയ സ്വാധീനമാണ്. അത് തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? തോന്നിയിട്ടുണ്ടോ? അതായത് ആ ടീച്ചറെ നമുക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ആ സബ്ജക്റ്റിനോട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവുക. ഓക്കെ, എനിക്കുണ്ട് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ട്. ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യാം. എനിക്ക് ബാഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്, ഗുഡ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പറയട്ടെ? ഓക്കെ, പറയാം. ആദ്യം ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയാം. അതായത് ചെറുപ്പത്തിലൊന്നും ഞാൻ പഠിക്കില്ലായിരുന്നു. കാരണം ഭയങ്കരമായിട്ട് കളി കാര്യങ്ങളൊക്കെ ആയിരുന്നു, കൂട്ടുകാരൊക്കെ ഒത്ത്. പിന്നെ TV കാണും, ഏത് സമയവും സിനിമ കാണും, പാട്ട് കേൾക്കും, അങ്ങനെയുള്ള, അതായത് അധികം എന്താ പറയാ, നമ്മള് എങ്ങനെയാ ചെറുപ്പത്തില് നമുക്ക് അധികം ഇതൊന്നും ഉണ്ടാവില്ലല്ലോ, നല്ല രീതിയിൽ മാർക്ക് ചില പിള്ളേർക്ക് ഉണ്ടാവും, പാരന്റ്സ് ഒക്കെ പറഞ്ഞ് മോൾഡ് ചെയ്തെടുക്കുന്ന പിള്ളേരുണ്ടാവും. എന്നെ സംബന്ധിച്ച് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ എപ്പോഴും എന്താണ്, കളിച്ചൊക്കെ നടക്കുക, പാറി പറന്ന് ഇങ്ങനെ സൈക്കിൾ കിട്ടാനൊക്കെ പോവുക, അങ്ങനെയുള്ള ബിഹേവിയർ ആയിരുന്നു എന്റേത്. അപ്പൊ ഞാനിപ്പോ 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയമാണ്. എനിക്ക് മാത്സ് ഇഷ്ടമില്ല. ഓക്കെ, നിങ്ങളിൽ പലർക്കും ചിലപ്പോൾ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അത് മാത്സ് എന്ന് പറയുന്നത് കീറാമുട്ടിയാണല്ലോ. ഏതൊരു സിനിമയിലെ എന്താ പറയാ, തിലകൻ പറഞ്ഞൊരു ഡയലോഗ് ഇല്ലേ, എന്താ പറയാ മാത്സിനെ കുറിച്ചിട്ട്, ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? സ്ഫടികത്തിലെ ഭൂലോകത്തിന്റെ സ്പന്ദനം, സ്പന്ദനമാണ് മാത്സ് എന്ന് പറയില്ലേ. എനിക്ക് ആ സംഭവം ഇഷ്ടമല്ല. അപ്പൊ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാല് നമ്മള് ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. കാരണം എന്താ, അതായത് നമ്മുടെ ഒരു രീതിയാണ്, അതായത് നമ്മുടെ സ്കൂൾ കാലഘട്ടത്തിലെ പണ്ടത്തെ, ഇപ്പോഴത്തെ ഞാൻ പറയുന്നില്ല ടീച്ചേഴ്സിന്റെ, പണ്ടത്തെ, അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് അവർക്ക് ഭയങ്കര താല്പര്യം ഇരിക്കുള്ളൂ, കൂടുതലായിട്ട് അവർ ഇടപഴകും പിള്ളേരുമായിട്ട്, അവരോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കുള്ളൂ. മുമ്പത്തെ കാലത്തെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു. ഇപ്പൊ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവരെയും ഈക്വൽ ആയിട്ട് തന്നെയാണ് കാണുന്നത്. തീരെ വീക്കായിട്ടുള്ള പിള്ളേരുണ്ട്, അവർ ശ്രദ്ധിക്കില്ല. എന്തോ ഭയങ്കര പരിഹാസം പോലെയൊക്കെ ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ കൂടെ കടന്നു വന്ന ആളാണ് ഞാൻ. അപ്പൊ എന്റെ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരുണ്ട്, 1 മുതൽ 4 വരെ. ആ ഒരു സമയത്തൊക്കെ എന്താണ്, കുറച്ച് പിള്ളേർ നന്നായിട്ട് പഠിക്കും. അപ്പൊ അവരെയാണ് ടീച്ചേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കുക. ഞങ്ങളൊരു കാറ്റഗറി ഉണ്ട്, ഞങ്ങളെ ശ്രദ്ധിക്കേയില്ല. അപ്പൊ അങ്ങനെ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഏഴാം ക്ലാസ്സിലായപ്പോ അവിടെ മാത്സ് 7ാം ക്ലാസ്സിലായി. 7ാം ക്ലാസ് വരെ തട്ടിമുട്ടിയൊക്കെ പോയി മാത്സിന്, ഏകദേശം ഒന്ന് പാസ്സാവുമെന്ന് തോന്നുന്നു, അതിൽ കൂടുതലൊന്നും മാർക്കൊന്നും ഇല്ല. 7ാം ക്ലാസ് ആയപ്പോ മാത്സിന് ക്രിസ്മസ് പരീക്ഷ സമയത്താണ് ഞാൻ ഫെയിലായപ്പോ എന്റെ അമ്മനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടി ഫെയിലായിട്ടാണ് കേട്ടോ, ഫെയിലായി. അപ്പൊ എന്റെ അച്ഛന്റെ ചേട്ടന്റെ മോൾ അവിടെ പഠിക്കുന്നുണ്ട്, പുള്ളി സ്കൂൾ ഫസ്റ്റാ, എന്റെ ചേച്ചി. അപ്പോ പുള്ളിക്ക് നല്ല മാർക്കുണ്ട്, എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. ഞാൻ അനിയത്തിയാ, സിസ്റ്ററാ. അപ്പൊ പറഞ്ഞു, ഈ കുട്ടി ഫെയിലായി, അതിന്റെ അനിയത്തിയാന്ന് പറയാൻ തന്നെ നാണക്കേടാവുന്നു പറഞ്ഞു.
അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, എന്താ പറയാ, എനിക്ക് ചെറുപ്പത്തിലെ അസുഖങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് വരുമായിരുന്നു. അപ്പൊ അമ്മ അത്രയും കാര്യമൊക്കെ ഇല്ല, പോട്ടെ സാരല്ല, നമുക്ക് പിന്നീട് ശരിയാക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഭയങ്കര സങ്കടത്തിലിരിക്കുന്ന സമയത്ത് സ്കൂളില് അത് പഠിപ്പിക്കുന്ന ടീച്ചർ ഞാൻ എപ്പോഴും പിണങ്ങുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ്സിൽ മാത്സ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, ഞാൻ തനിയെ ചെയ്യുന്നേ, എനിക്ക് എന്താ പഠിക്കണം എന്നുള്ളൊരു ഇത് തോന്നി തുടങ്ങിയപ്പോ തുടങ്ങി. കാരണം ഇവരെന്ന് ഇങ്ങനെ വഴക്ക് വെക്കുകയാണല്ലോ. ചെയ്തുകൊണ്ടിരിക്കുമ്പോ തൊട്ടപ്പുറത്തെ കുട്ടീനെ നോക്കിയിട്ടാണ് ഞാൻ എഴുതുന്നതെന്നും പറഞ്ഞ് ടെസ്റ്റർ എന്റെ നെറ്റിയിൽ വലിച്ചെറിഞ്ഞു, ചോക്ക് വലിച്ചെറിഞ്ഞു. ഈ ഒരു സംഭവം ക്ലാസ്സിൽ മൊത്തം കണ്ടു. എനിക്ക് ഭയങ്കര നാണക്കേടായി, കാരണം ബോയ്സും അവരൊക്കെ ശ്രദ്ധിച്ചിരിക്കുകയാണല്ലോ. അന്ന് തുടങ്ങി മാത്സിനോട് എനിക്ക് വെറുപ്പായി. മനസ്സിലായോ നിങ്ങൾക്ക് കാര്യം? പിടികിട്ടിയോ? അന്ന് നമ്മ ബ്ലാക്ക് ബോർഡാണ്, ടെസ്റ്ററും ചോക്കൊക്കെ എന്താണ് നെറ്റിയിലിട്ട് വലിച്ചെറിയ ചെയ്യ, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അടി കൊടുക്കുക അല്ലെ, നമ്മുടെ എന്താ പറയാ, എന്നൊക്കെ പാവാടയായിരുന്നല്ലോ, പാവാട പൊക്കി അടി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ട്, പാവാട പൊക്കി അടിക്കുക. അന്ന് തുടങ്ങി മാത്സ് എനിക്ക് വെറുപ്പായി. ആ ടീച്ചർ ഞാൻ ഇപ്പോഴും കാണും, ചിരിക്കില്ല കേട്ടോ. എന്നെ ടീച്ചർക്ക് അറിയില്ല നമ്മളെയൊക്കെ ആരും ശ്രദ്ധിക്കാനാ എന്ന് പറഞ്ഞാൽ പഠിക്കാത്ത കാറ്റഗറിയിൽ പെടുന്നത്, അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കില്ല. അപ്പൊ എപ്പോഴും കാണും, പക്ഷെ പുള്ളിക്കാരിയും ചിരിക്കില്ല, ഞാനും ചിരിക്കില്ല. അങ്ങനെയുള്ള ഒരു കാരണം നമുക്ക് ആ ഒരു സബ്ജക്റ്റിനോട് എന്തായി, വെറുപ്പായി. അപ്പൊ ആ ഒരു ടീച്ചർ എന്നിൽ ചെലുത്തിയ സ്വാധീനമാണ് മാത്സ് എന്ന വിഷയത്തിനോടെ ഇതായി പോവാൻ തുടങ്ങി. അതാണ് ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. ഇനി ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് കേൾക്കണോ? ഞാൻ 10th വരെ 10th ഒക്കെ കാസർഗോഡായിരുന്നു പഠിച്ചിരുന്നത്, ഇവിടെ അല്ല. 8th തുടങ്ങി 10th വരെ കാസർഗോഡായിരുന്നു. അപ്പൊ ആ ഒരു നാട് എന്നെ ഭയങ്കരമായിട്ട് മാറ്റിയെടുത്തു. ഓക്കെ, കാരണം എനിക്ക് ഇവിടെ കിട്ടാത്ത റെസ്പെക്ട് അവിടെ കിട്ടി. എന്തുകൊണ്ടായിരിക്കാം കിട്ടിയിട്ടുണ്ടാവുക? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി. നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയോ? മാത്സിനെ നന്നായിട്ട് ഇതാക്കി. ഒരിക്കലല്ല, അവിടെ പഠിക്കുന്ന പിള്ളേർ കുറവാ ആ കാലഘട്ടത്തിലൊക്കെ. കാരണം വളരെ ചുരുക്കം ആളുകൾ, ഇപ്പോ കൂടുതൽ മുസ്ലിംസ് ഒക്കെ ഏരിയ ആണ് അവിടെ. ഇപ്പോഴത്തെ ഇതല്ല ഇപ്പൊ ഞാൻ പറയുന്നത്, എന്റെ കാലത്താണ് ഞാൻ പറയുന്നത്. പഠിക്കുന്ന പിള്ളേര് വളരെ കുറവാ. 10th കഴിഞ്ഞിട്ട് തന്നെ എന്താണ്, വളരെ ചുരുക്കം ആളുകളെ +1 ആ ഒരു ഇതിനൊക്കെ വിടുകയുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഭയങ്കര കുറവാണ്, നമ്മളെക്കാളും പഠിക്കുന്ന ഭയങ്കര ലോ ആയിട്ടാണ് അവരുടെ പഠിത്തം പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ സ്ഥലത്ത് ഞാൻ ചെന്നപ്പോ, ഞാൻ പഠിക്കുന്ന സ്കൂളില് ക്ലാസ്സില് മൊത്തം മുസ്ലിംസ് ആയിരുന്നു, ഞാൻ മാത്രം ഒരു ഹിന്ദു ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ ഭാഷ, അതുപോലെ തന്നെ എന്റെ അപ്പിയറൻസ്, എന്റെ എഴുത്ത് രീതികളൊക്കെ എന്താണ് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അവരെന്നെ എന്താണ് ഭയങ്കര സംഭവമായിട്ട് കാണാനായിട്ട് തുടങ്ങി. ഓക്കെ, അവരുടെ എന്ത് പരിപാടി അവിടെ വന്നാലും സ്റ്റേജിൽ കയറി പ്രസംഗിക്കുക, പിന്നെ എന്താണ് ക്വിസ് പ്രോഗ്രാംസിൽ അറ്റൻഡ് ചെയ്യുക. അപ്പൊ എന്താണ് ഭയങ്കരമായിട്ട് ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നി തുടങ്ങിയത് അവിടെ പോയതിനു ശേഷമാണ്. ആ ഒരു നാട്, പിന്നെ അവിടെ സ്കൂള് മാത്രമല്ല, ഞങ്ങൾ താമസിച്ചിരുന്ന ആ ഒരു ഏരിയയിൽ ആളുകളുടെ റെസ്പെക്ട്, അവരുടെ എന്താ പറയാ, അതൊക്കെ എന്താണ് നമ്മളെന്താണ് കുറച്ചും കൂടി എന്താണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചു. ഓക്കെ, ആ ഒരു ഇതാണ് എനിക്കൊരു ചെറിയൊരു രീതിയിലൊരു ഇൻഫ്ലുവൻസ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും എന്ന് തോന്നി തുടങ്ങിയത് ആ ഒരു കാലഘട്ടത്തിലാണ്. ഓക്കെ, അത് കഴിഞ്ഞ് തിരിച്ച് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് തന്നെ വന്നു. ഓക്കെ, എന്റെ നാട്ടിലോട്ട് തന്നെ വന്നു. കാരണം എന്താ, അവിടെ നമുക്ക് കൂടുതൽ എന്താ പറയാ സാധ്യതകളില്ല. കാരണം നമുക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ പരമായിട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ വരണം. അതുകൊണ്ട് ഇങ്ങോട്ട് തന്നെ വന്നു. ഇങ്ങോട്ട് തന്നെ വന്നിട്ട് +1 ആണല്ലോ, പിന്നെ 10th കഴിഞ്ഞു. ബോറടിക്കുന്നില്ലല്ലോ? +1 ചേർന്നു. +1 ചേർന്നപ്പോ ഭയങ്കര അടിയായിട്ടോ. മലയാളം മീഡിയമാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. 10 വരെ മലയാളം മീഡിയം ആയിരുന്നു. +1 എന്താ നേരെ ഇംഗ്ലീഷിലോട്ട് മാറി, പ്ലേറ്റ് മറിഞ്ഞു. ദൈവമേ, എന്റെ അധോഗതി. എന്താ പറയാ, ഒന്നും അറിയില്ല. നിങ്ങൾക്കറിയാലോ, ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഞാനാണ്. അതായത് ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിൽ നിന്ന് വന്ന പിള്ളേരാണെങ്കിൽ ഓക്കെ, എല്ലാ ടെക്സ്റ്റുകളും അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് എന്താണ് ഭയങ്കര പാടായിട്ട് തോന്നിയത്. അങ്ങനെ എന്റെ വിഷയം എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു.
ഹ്യൂമാനിറ്റീസ് എടുത്തു. ഹ്യൂമാനിറ്റീസ് ഇഷ്ടമുള്ള വിഷയമായിരുന്നു. കൊമേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയില്ല, വേണ്ടെന്ന് പറഞ്ഞു. ഹ്യൂമാനിറ്റീസിന് തന്നെയാണ് വെച്ചത്. എനിക്ക് അങ്ങനെയുള്ള വിഷയം പഠിക്കാനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ എന്താ പറയാ, ഈ കൊമേഴ്സിൽ മാത്സ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് തീരെ ഇഷ്ടമില്ല, വേണ്ട വേണ്ട ആ ഒരു രീതിയിലായിരുന്നു നിന്നിരുന്നത്. അങ്ങനെ ഇത് പഠിച്ചു, ഹ്യൂമാനിറ്റീസിന് കയറി. അപ്പൊ എന്താ പറയാ, ഭയങ്കര പാടായിട്ട് തോന്നി. എല്ലാ കാര്യങ്ങളും എന്താ ഭയങ്കര, ചില സബ്ജക്റ്റ് ഒക്കെ ബൈഹാർട്ട് പഠിക്കണമായിരുന്നു. എന്നാലും ബൈഹാർട്ട് പഠിച്ചാൽ എന്താണ്, നമുക്ക് അതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമ്മൾ മറന്നു പോകുമല്ലോ. അങ്ങനെ ഓണപരീക്ഷ വന്നപ്പോ, അതായത് ആ ഒരു ഫസ്റ്റ് എക്സാം വന്നപ്പോ എല്ലാത്തിനും എനിക്ക് തോന്നുന്നു ആ ഇതില് പൊളിറ്റിക്സ്, എക്കണോമിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു മാർക്കുണ്ട്. സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ എനിക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് 24 ആണ്. ഓക്കെ, 80, അതായത് 80-ലാണ് മാർക്ക്, 24 മാർക്ക്. അപ്പൊ എല്ലാവർക്കും പേപ്പർ കൊടുത്തു കഴിഞ്ഞിട്ടോ, ടീച്ചർ വന്ന്, സോഷ്യോളജി പഠിപ്പിക്കുന്ന ടീച്ചറാണ്, നല്ല ഭംഗിയുള്ള ടീച്ചറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ടീച്ചറെ, പഠിപ്പിക്കുന്ന രീതിയൊക്കെ. പേപ്പർ കൊടുത്തു കഴിഞ്ഞ് എന്റെ പേപ്പർ മാത്രം കിട്ടുന്നില്ല. എനിക്ക് ഹാർട്ട് ബീറ്റ് കിടന്ന് കൂടാ ദൈവം, കാരണം ഞാനൊന്നും എഴുതിയിട്ടില്ല അതിനകത്ത്. അങ്ങനെ ലാസ്റ്റ് എന്നെ വിളിക്കുകയാണ്, അശ്വതി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മിസ്, ബായോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നു, ടേബിളിന്റെ അവിടെ പേപ്പർ വെച്ചേക്കുക. എന്നിട്ട് പേപ്പർ തന്നു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു, അശ്വതിക്ക് 24 ആണ്. അപ്പൊ എന്താ, പാസ്സായല്ലോ. അത് കഴിഞ്ഞ് ടീച്ചറിന്റെ ചെവിട്ടി പറയാ, നിനക്ക് 20 മാർക്കുള്ളൂ, 4 മാർക്ക് ഞാൻ കൂട്ടിയിട്ടതാ നിന്നെ നാണം കെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടെന്ന്. എനിക്കിത് ഭയങ്കര ഷോക്കായി. കാരണം എന്താ, ദൈവമേ, ആരും തോറ്റിട്ടില്ല, ഞാൻ മാത്രമേ തോറ്റിട്ടുള്ളൂ. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എനിക്ക് തോന്നുന്നു 60 പേരുണ്ട് തോന്നുന്ന ക്ലാസ്സില്, 59 പേരും ജയിച്ചു, ഞാൻ മാത്രം തോറ്റു. പിന്നെ ഞാനന്ന് ഭയങ്കര കരച്ചിലായി. കാരണം എന്താ, എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാ, പക്ഷെ എന്താണ്, എനിക്ക് അതിനകത്ത് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റിയില്ല. അന്ന് തുടങ്ങി ഞാൻ എന്താ പറയാ, എങ്ങനെയെങ്കിലും സോഷ്യോളജിക്ക് അടുത്ത പ്രാവശ്യം ജയിക്കണം എന്ന് ആഗ്രഹിച്ചു. എങ്ങനെയെങ്കിലും ജയിക്കണം, എങ്ങനെയെങ്കിലും ഇത് പഠിക്കണം. അപ്പൊ എന്റെ കൂടെ ഇരുന്ന 2 ഫ്രണ്ട്സ് ഇംഗ്ലീഷ് മീഡിയമാണ്. അവരോട് ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാ പഠിക്കുന്നത്, എനിക്കൊന്ന് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു. അപ്പൊ എടി, നീ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക, നീ ബൈഹാർട്ട് പഠിക്കല അശ്വതി എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ഈ അർത്ഥം മനസ്സിലാക്കി പഠിക്കുന്നത് ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അവര് പറഞ്ഞു, നീ ഒരു ചെറിയ ഡിക്ഷണറി വാങ്ങിക്കും. ഇന്ന് അന്നത്തെ കാലത്ത് ഈ മൊബൈലൊന്നും ഇല്ലല്ലോ, സെർച്ച് ചെയ്യാനും പറ്റും. ഒരു ഡിക്ഷണറി വാങ്ങിച്ചു, ഒരു കുഞ്ഞു ഡിക്ഷണറി, 25 രൂപയുടെ ഡിക്ഷണറി. അത് വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് ഓരോ വേർഡുകളും എന്ത് ചെയ്തു, മലയാളത്തിലാക്കി ടെക്സ്റ്റ് ബുക്കിന്റെ മുകളിൽ എഴുതി പഠിക്കാനായിട്ട് തുടങ്ങി. ഇംഗ്ലീഷില് എനിക്ക് ഒരുവിധം എന്താണ് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങി. എങ്ങനെയാണ് കണക്ഷൻ വരുന്നത്, എങ്ങനെയാണ് വേർഡ്സ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവാനായിട്ട് തുടങ്ങി. ഞാൻ പഠിച്ചു, കൂടുതൽ കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ ഹിസ്റ്ററി എന്ന് പറയുന്ന സബ്ജക്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റാണ്. ഓക്കെ, ഹിസ്റ്ററിയിൽ PhD എടുക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം, പക്ഷെ നടന്നില്ല. അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഡൈജസ്റ്റുകൾ, ബാലരമ ഡൈജസ്റ്റ്, പിന്നെ ലൈബ്രറി ബുക്കുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധാരാളം വായിക്കാനായിട്ട് തുടങ്ങി. സോഷ്യോളജിയിൽ എങ്ങനെയെങ്കിലും എനിക്ക് പാസ് മാർക്ക് കിട്ടണം എന്ന് വിചാരിച്ചു. അങ്ങനെ നെക്സ്റ്റ് ക്രിസ്മസ് പരീക്ഷയായി. ഓക്കെ, ക്രിസ്മസ് പരീക്ഷയായി. എത്ര മാർക്ക് ഉണ്ടാവും എനിക്ക്? 24-ൽ കൂടുതൽ കിട്ടിക്കാണും. എന്താ 50 ആണോ? കൂടുതൽ കിട്ടിക്കാണും, ടീച്ചർ വിചാരിച്ചതിലും കൂടുതൽ. ഇല്ല 36 കിട്ടിയിട്ടുള്ളൂ കേട്ടോ. 80-ൽ 36 ആയിട്ടുള്ള അപ്പോഴൊക്കെ ഭയങ്കരമായിട്ടുള്ള മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെയും കുറെ കാര്യങ്ങള്, പഠിക്കേണ്ട രീതികള്, കാര്യങ്ങളൊക്കെ എല്ലാവരോടും ചോദിച്ചറിഞ്ഞ് ഒന്നും കൂടി പഠിക്കാനൊക്കെ തുടങ്ങി. എല്ലാ വിഷയങ്ങളും എന്താണ് ലെവലായിട്ട് പോയി അങ്ങനെ പോവാണ്. അങ്ങനെ ലാസ്റ്റ് +1 കഴിഞ്ഞു. +1 ഇത് കുറച്ചും കൂടി എന്താ പാടായിരുന്നു കേട്ടോ, സോഷ്യോളജി എന്ന് പറഞ്ഞ സബ്ജക്ട്. എന്താ പറയാ, ഫൈനൽ എക്സാമിന്റെ മാർക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ +2 ആയി. +2 ആയപ്പോഴും എന്താ, ആ 36-ൽ നിന്ന് കയറി 40, 42 ആ ഒരു ഇതിൽ എന്താണ് വരാനായിട്ട് തുടങ്ങി. സോഷ്യോളജി എന്റെ കയ്യിൽ എന്താ സുരക്ഷിതമാണെന്ന് തോന്നി തുടങ്ങി. അങ്ങനെ +2 എക്സാമിന്റെ ഫൈനൽ എക്സാം ആണ്. ഫൈനൽ എക്സാമില് ഇത് വരികയാണ്, എന്താ പറയാ, റിസൾട്ട് വരികയാണ്. റിസൾട്ട് വന്നപ്പോ എന്താ, ഒരെണ്ണത്തിന് എനിക്ക് B ആയിരുന്നു, ഇംഗ്ലീഷ് എന്ന സബ്ജക്റ്റിന് B ആയിരുന്നു. ബാക്കി എന്താ പറയാ, ഹിസ്റ്ററിക്ക് A ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പൊളിറ്റിക്സിന് A+, എക്കണോമിക്സ് A+, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാൻ നോക്കുന്നത് സോഷ്യോളജിയാ. സോഷ്യോളജിക്ക് എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? A+.
എ പ്ലസ് മാത്രമല്ല എത്രയാ 80-ല് 80-ലാണോ ഫുൾ മാർക്ക്. ഫുൾ മാർക്ക് കിട്ടിയ 98 മാർക്ക് കേട്ടോ. 98. അത് മാത്രമല്ല സ്കൂളില് സോഷ്യോളജിക്ക് ഏക A+ വ്യക്തി ഞാനായി. ഓക്കെ, വേറെ ആർക്കും എന്ത് കിട്ടിയില്ല, A+ കിട്ടിയില്ല. എനിക്ക് മാത്രം എന്ത് കിട്ടിയുള്ളൂ, A+ കിട്ടുള്ളൂ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എന്താ, ആ ടീച്ചർ എന്നെ സ്വകാര്യമായിട്ട് വിളിച്ച് പറഞ്ഞതാ, അതെ നീ തോറ്റടി എന്ന് പറഞ്ഞതാ. പക്ഷെ എനിക്ക് ഭയങ്കര എന്താ പറയാ, എന്നോട് എല്ലാവരും ചോദിച്ചു നിനക്ക് A+ഓ, നിനക്ക് A+ഓ. വേറെ ആർക്കും, അതായത് ആ സ്കൂളിലെ ടോപ്പിൽ നിൽക്കുന്ന കുട്ടിക്ക് പോലും A+ കിട്ടിയില്ല, A ആയിരുന്നു കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടീച്ചറെ കാണാനായിട്ട് ചെന്നു. എന്നിട്ട് ടീച്ചറിനെ കെട്ടിപ്പിടിച്ചുമ്മ വന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ, അതിന്റെ ഒരു എന്താ പറയാ ചെറിയൊരു വിജയമായില്ലേ അത്. കാരണം അത്രയും എനിക്ക് സങ്കടം തോന്നിയിട്ടുള്ള ഒരു കാര്യം അത്. അപ്പോ ഭയങ്കരമായിട്ട്, അതായത് നമ്മൾ വിചാരിച്ചാൽ എന്തും നടക്കും നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ എന്താ ഭയങ്കരമായിട്ടൊരു ഇൻഫ്ലുവൻസ് ചെലുത്തിയ ആളുകൾ ഉണ്ടാകും എന്നുള്ളൊരു എന്താ പറയാ, ഇത് ഭയങ്കര ഒരു വലിയ കാര്യം തന്നെയാണ്. ഇങ്ങനെയാണ് എന്റെ പഠിക്കാനുള്ള ഒരു പ്രോസസ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം കേൾക്കാൻ താല്പര്യമുണ്ടോ? ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. 10th കഴിഞ്ഞ സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയാം ഈ ഒരു കാലഘട്ടം. കാരണം എന്താ പറയാ, കൂടുതൽ പഠിക്കാനായിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയതാ. അത് കഴിഞ്ഞ് +2 കഴിഞ്ഞല്ലോ. +2 കഴിഞ്ഞപ്പോ പിന്നെന്താ, ഡിഗ്രിക്ക് പോകണം. അതാണല്ലോ, ഡിഗ്രി ആണല്ലോ. പിന്നെ ഇന്നത്തെ പോലുള്ള കോഴ്സുകളൊന്നും അന്ന് അത്രയും ഇല്ല, ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഡിഗ്രി എടുക്കണം എന്നായിരുന്നു. അപ്പൊ എക്കണോമിക്സിൽ ഡിഗ്രി എടുക്കണമായിരുന്നു. ഹിസ്റ്ററി ആയിരുന്നു ഭയങ്കര ഇഷ്ടം, പക്ഷെ അതിന് ചാൻസ് കുറവാണെന്ന് പറഞ്ഞിട്ട് എന്താ, വീട്ടിലും എല്ലാവരും ഒക്കെ പറഞ്ഞു എക്കണോമിക്സ് മതി. കൂടുതൽ ഇന്നത്തെ പോലെ പറഞ്ഞു തരാനൊന്നും ആളുകളൊന്നും അന്നത്തെ കാലത്ത് ഇല്ല ശരിക്കും പറഞ്ഞാല്. ഓക്കെ, കൂടുതലായിട്ടുള്ള ജോലി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകളോ അങ്ങനെയൊന്നും അന്നത്തെ കാലത്ത് ഞങ്ങൾക്ക് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡിഗ്രി എടുക്കാനായിട്ട് എക്കണോമിക്സ് വെച്ചു. 2-3 സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്കണോമിക്സ് വെച്ച് കഴിഞ്ഞപ്പോ ഒരു കോളേജില് 2 കോളേജിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കോളേജിൽ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂവിന് പോയപ്പോ അവിടെ കിട്ടി, എക്കണോമിക്സ് കിട്ടി. ഞങ്ങളവിടെ വെയിറ്റിംഗ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇത്ര രൂപ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. ഞങ്ങളോട് പറഞ്ഞു ഇത്ര രൂപ അവിടെ കെട്ടിവെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ അമ്മയുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് അന്ന് അത്രയും രൂപ കെട്ടിവെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അധികം പൈസ ഒന്നും അല്ല കേട്ടോ, കുറച്ച് പൈസ മാത്രമേ ഉള്ളൂ. എന്നാലും എന്താണ്, അധികം പൈസ കെട്ടിവെക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ അമ്മനോട് പറഞ്ഞു, പിന്നെ അത് മാത്രമല്ല അവിടെ കളർ ഡ്രസ് ആയതുണ്ട്. കാരണം എല്ലാ ദിവസവും നമ്മൾ ചുരിദാർ മാറിയിട്ടുണ്ട് പോകണം, യൂണിഫോം ഇല്ല. അന്ന് വരെ നമ്മൾ +2 വരെ യൂണിഫോം ആയിരുന്നു. കാരണം നമുക്ക് ഡ്രസ്സൊന്നും മേടിക്കണ്ട. ഇത് +2 വരെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഡിഗ്രിക്ക് പഠിക്കാന്ന് പറഞ്ഞ ഈ കോളേജിൽ എന്ന് പറഞ്ഞാല് നമുക്ക് കളർ ഡ്രസ്സ് ഇടണം. അപ്പൊ അമ്മയ്ക്ക് മേടിക്കാനുള്ള, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് മേടിച്ച് അത് ഡെയിലി അത് ഇടാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ തന്നെ പറഞ്ഞു, അമ്മ വേണ്ട, നമുക്ക് ഇവിടെ പഠിക്കണ്ട, നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു കോളേജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കോളേജിൽ ഞങ്ങൾ പോയി. പക്ഷെ ആ കോളേജില് എക്കണോമിക്സിന്റെ സീറ്റ് കഴിഞ്ഞു. ഓക്കെ, ആ കോളേജിൽ ഞാൻ ഓപ്ഷൻ വെച്ചിരുന്നത് എക്കണോമിക്സ് ആയിരുന്നില്ല, മലയാളമായിരുന്നു ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ആ കോളേജിൽ എനിക്ക് മലയാളത്തിനാണ് എന്ത് കിട്ടിയത്, സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇത് മതി. കാരണം എന്തായിരിക്കും കാരണം എന്തായിരിക്കും, നമ്മുടെ യൂണിഫോമാ. അപ്പൊ എന്താ യൂണിഫോം, അമ്മ നമുക്ക് ഇത് മതി, യൂണിഫോം ആണ്, പിന്നെ മലയാളം അല്ലേ, എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉണ്ട്, പിന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ മലയാളത്തിന് അവിടെ എനിക്ക് ഇത് കിട്ടി. ഞാൻ ചേർന്നു. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചി അവിടെ വർക്കിംഗ് ലാബില് ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ യൂണിഫോം മുമ്പ് ഉപയോഗിച്ചിരുന്നതായിരുന്നു ഒരു കുട്ടി. ആ കുട്ടി എന്തോ പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു. അങ്ങനെ ആ കുട്ടിയുടെ യൂണിഫോം ഉണ്ടായിരുന്നു. ആ യൂണിഫോം ആണ് ഞാൻ ആ 3 വർഷവും യൂസ് ചെയ്തത്. യൂണിഫോം ഒന്നും വേറെ മേടിച്ചൊന്നുമില്ല, യൂണിഫോം തന്നെ ഇട്ടു പോയി. ആ കോളേജിൽ ചേർന്നതിന് ശേഷം വുമൺസ് കോളേജ് ആണത്. വുമൺസ് കോളേജ് ആയതുകൊണ്ട് തന്നെ എന്താ പറയാ, ധാരാളം നല്ല നല്ല ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ എന്താണ് ടാലന്റ്, അതായത് അവരുടെയൊക്കെ ഓരോ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന രീതികളൊക്കെ അനുസരിച്ചിട്ട് അവര് എന്നെ എന്താണ് മോൾഡ് ചെയ്തെടുത്തു.
സ്പീച്ച്, അതായത് പ്രസംഗത്തിനും മറ്റുമൊക്കെ ധാരാളം സ്ഥലത്ത് ഞാൻ പോയി പ്രസംഗിച്ചു. അതായത് ചെറുപ്പത്തിൽ ഒന്നുമല്ലാതിരുന്ന ഞാൻ എന്തൊക്കെയോ ആയിത്തീർന്നത് ആ ഒരു കോളേജിലത്തെ എന്താ പറയാ സ്റ്റഡീസ് കൊണ്ടാണ്. അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ ഒരു സിസ്റ്റേഴ്സിന്റെ കോളേജാണത്. സിസ്റ്റേഴ്സിന്റെ എന്താ പറയാ അവര് നമ്മളെ ചെലുത്തിയ സ്വാധീനം, നമ്മളെ സഹായിച്ച രീതികള്, ചെറുപ്പം തുടങ്ങിയ സഹായം എന്താ പറയാ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നിനും എന്താ പറയാ ടൂറ് പോകാനായിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ടൂറ് പോകണ്ട. പക്ഷെ അവരെല്ലാരും കൂടി പിരിവിട്ടിട്ടാണ് ഞങ്ങള് മൈസൂർ പോയത്, കൂർഗ് പോയതൊക്കെ. അപ്പൊ എന്താ പറയാ ആ ഒരു കോളേജ് എന്താ പറയാ മൊത്തത്തില് ഇന്ന് ഞാൻ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ആ കോളേജിന്റെ ഒരു സ്വാധീനം കൊണ്ട് മാത്രമാണ് എന്നെ ഇവിടെ എത്തി നിൽക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ടീച്ചേഴ്സും, ജൂലി എന്ന് പറയുന്ന മിസ്സായിരുന്നു എന്റെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്, ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ കൂടിയായിരുന്നു. മിസ് എന്താ പറയാ ഇപ്പൊ ഒരു 5-6 കൊല്ലം മുമ്പ് മിസ് മരിച്ചു. പക്ഷെ ഞാൻ അറിഞ്ഞില്ല, മരിച്ചൊന്നും അറിഞ്ഞില്ല. ഭയങ്കര വിഷമമായത്. കാരണം എന്റെ ലൈഫ് നേരിട്ടറിഞ്ഞ ഒരു വ്യക്തിയാണ് മിസ് എന്ന് പറഞ്ഞാല്. ഞാൻ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട്. മിസ്സിനെ ഞാനിപ്പോ ഇതിൽ ഓർക്കുകയാണ് അപ്പൊ ഇതൊക്കെയാണ് എന്റെ ഒരു ഇൻഫ്ലുവൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. മാം ഏത് കോളേജിലാ പഠിച്ചേ? ഞാൻ പഠിച്ച കോളേജ് സെന്റ് സേവിയേഴ്സ് ആണ് മോളെ, ആലുവ. ആലുവ സെന്റ് സേവിയേഴ്സ് അല്ലേ? ആലുവ സെന്റ് സേവിയേഴ്സിലാണ് പഠിച്ചത്. നല്ല കോളേജ് ആണ് കേട്ടോ. എനിക്കറിയാം, എനിക്ക് അവിടെ കിട്ടിയിട്ട് ഞാൻ പോയില്ല. പോയില്ലല്ലേ? പഠിച്ചത് സെന്റ് ഫ്രാൻസിസിലാണ്. സെന്റ് ഫ്രാൻസിസിലാണ് അല്ലേ? ഞാൻ എന്നിട്ട് മോർണിംഗ് സ്റ്റാറിൽ ചേർന്നു, അങ്കമാലി. ആണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ എന്റെ കഥ ഇഷ്ടമായോ? അടിപൊളി അടിപൊളി കഥയാണല്ലേ? ഓക്കെ. ഞാന് ഈ സോഷ്യോളജിയുടെ കാര്യം, കോളേജിൽ സോഷ്യോളജിയുടെ കാര്യം ഞാൻ ചില ആളുകളോട് പറയാറുണ്ട്, ഈ മാർക്കിന്റെ കാര്യം. കാരണം എന്തെങ്കിലും ഒരെണ്ണത്തിൽ തളർന്നിരിക്കുമ്പോൾ നമ്മള് വേണമെന്ന് വിചാരിച്ചാൽ നമ്മളൊക്കെ എല്ലാം നടക്കും. നമ്മൾ വേണമെന്ന് വിചാരിക്കണം. ഒരു വാശി തോന്നണം നമുക്ക് ലൈഫിൽ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടേ. ഒരു വാശി ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ കഥ പറഞ്ഞിരുന്നു. ഇനി ആരാ പറയണേ? സമയം പോയത് അറിഞ്ഞില്ല, കഥ പറഞ്ഞിട്ടിരുന്നു. നമുക്ക് നാളെ എടുക്കാം. നാളെ ഇത് തന്നെ ക്ലാസ് ആണ് കേട്ടോ, പേടിക്കണ്ട. നമുക്ക് കുറച്ച് തീർക്കാം. ഇനി ആരാ പറയാനുള്ളത്? നാളെ മാം ആണോ? നാളെ ഞാൻ അങ്ങനെ കഥ പറഞ്ഞ് ഇത്രയും നേരം. നാളെ കഥ പറയണം. നാളെ നമുക്ക് തീർക്കണ്ടേ? ഇപ്പൊ ആരാ പറയാ? ഒന്ന് 2 ആളുകളൊന്ന് പറഞ്ഞേ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? ഞാൻ പറഞ്ഞ രീതി മനസ്സിലായില്ലേ? ഞാൻ പറയാം മാം. പറഞ്ഞു ശ്രദ്ധിക്കാം. എനിക്ക് ഗുഡായിട്ടുള്ള ഒരു സാറുണ്ട്. ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോ മനസ്സിൽ വരുന്ന, ടീച്ചേഴ്സിന്റെ കാര്യം പറയുമ്പോ ഫസ്റ്റ് ഓർമ്മ വരുന്നത് ഗുഡായിട്ടുള്ളതാണ്. ഞാൻ 7th പഠിപ്പിച്ച ഒരു മാഷ് ഉണ്ടായിരുന്നു, സുരേഷ് ബാബു സാർ എന്നാണ് പേര്. പക്ഷെ അന്ന് നാട് എവിടെയാ വീട് എവിടെയാന്നൊന്നും അറിയില്ല. അന്ന് ചെറിയ കുട്ടികളല്ലേ. മാഷ് എവിടെയോ വന്നിട്ട് പഠിപ്പിച്ചതായിരുന്നു ഞങ്ങള്. വേറെ എവിടെയോ ജില്ലയിലായിരുന്നു നാടൊക്കെ. അത് എനിക്ക് നല്ല, അന്ന് ഞങ്ങളെ സ്കൂളിൽ പഠിച്ച എല്ലാ കുട്ടികൾക്കും ബെസ്റ്റ് ടീച്ചർ ആരാന്ന് ചോദിച്ചാൽ അത് സുരേഷ് ബാബു സാറായിരുന്നു. എന്താണ് കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനോടുള്ള ഇഷ്ടമാണ്, മാഷോടുള്ള ഇഷ്ടമാണോ എന്നറിയില്ല. എല്ലാ കുട്ടികൾക്കും നല്ലൊരു, എനിക്ക് എന്താ പറയാന്നറിയില്ല, ഇപ്പോഴും മനസ്സിൽ നമുക്ക് നല്ലൊരു 7ാം ക്ലാസ്സിൽ പഠിക്കണ ഓർമ്മയാണെങ്കിലും ഇപ്പോഴും നല്ലൊരു ഓർമ്മയായിട്ട് സാറ് എവിടെയെന്ന് പോലും അറിയില്ല, ഇപ്പോഴും അങ്ങനെ ഇരിക്കുന്ന സാറാണ്. അത് സാറിന്റെ ഒരു വലിയൊരു ഇത് പറഞ്ഞാല്, ഞങ്ങളെല്ലാരും പഠിച്ച് 8ാം ക്ലാസ്സിൽ എത്തിയപ്പോ ഫസ്റ്റ് ഞാൻ 7th ആയപ്പോ 6th 8th പോയ കുട്ടികൾ വേറെ സ്കൂളിലോട്ടാ പോയത്. അവിടുന്ന് പോയിട്ട് അവിടുന്ന് എന്താ ഫസ്റ്റ് ഡേ ആദ്യം പഠിച്ച സ്കൂളിനെ കുറിച്ച് ഒരു എക്സ്പീരിയൻസ് എഴുതാനൊക്കെ വരുമല്ലോ. അങ്ങനെ എക്സ്പീരിയൻസ് എഴുതാൻ പറഞ്ഞപ്പോ എല്ലാ കുട്ടികളും ഈ സാറിനെ കുറിച്ചാണ് എഴുതിയത്. ബെസ്റ്റ് സാർ എന്ന് പറഞ്ഞിട്ട് എഴുതി. എന്നിട്ട് അവിടുത്തെ ആ സ്കൂളത്തെ മാഷ് ഞങ്ങളെ സ്കൂൾക്ക് വന്നു മാഷെ കാണാൻ വേണ്ടി. ഇത്രയും കുട്ടികള് ഒരു പേര് എഴുതണം എന്നുണ്ടെങ്കിൽ ആ സാറിന് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 7th പഠിക്കുമ്പോൾ സാറെ കാണാൻ വേണ്ടിയിട്ട് വേറെ സ്കൂളത്തെ മാഷ് വന്നു. എല്ലാ കുട്ടികളും ബെസ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് സാറെ പേരാണ് എഴുതിയത്. എന്താ നിങ്ങൾ കുട്ടികളോട് ചെയ്തിരുന്നത്, എങ്ങനെയാണ് ഇടപഴകിയിരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് സാറിനെ കാണാൻ വേണ്ടിയിട്ട്
ഈ മാഷ് വന്നു. അത്രയും കുട്ടികളെ മനസ്സിൽ ഒരു ഇടം പിടിച്ചിട്ടുള്ള സാറായിരുന്നു അത്. ഇപ്പോഴും നമുക്ക് ഓർക്കുമ്പോ സന്തോഷമുള്ള ഒരു സാറാണ്. അതുപോലെ ഇനി ഒരു ബാഡ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് എനിക്ക് +1 പഠിക്കുമ്പോ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഇംഗ്ലീഷിന്റെ ടീച്ചർ. ആ ടീച്ചർ ഇതുപോലെ തന്നെ നമ്മള് പരീക്ഷക്ക് ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടാവില്ല, മാർക്ക് തരില്ല. ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം നമ്മൾ ചിലപ്പോ CBSE സിലബസിൽ പഠിച്ച പോലെയല്ല, സ്റ്റേറ്റ് സിലബസിൽ ഗ്രാമർ ഒന്നും വല്ലാണ്ട് ഉണ്ടാവില്ലല്ലോ, പഠിപ്പിക്കൂല, അത്രയല്ല. അപ്പൊ CBSE കുട്ടികൾ എഴുതണ പോലെ പഠിച്ചു വന്ന പോലെ നമുക്ക് +1 എല്ലാവരും ഈക്വൽ ആണല്ലോ. അപ്പോ എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട്, ഗ്രാമർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് സ്കൂളിൽ നിന്ന് വന്ന കുട്ടികളെ പാടെ മാർക്ക് കുറക്കും, അവർക്ക് മാർക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇങ്ങനെ 2 പ്രാവശ്യം ഇങ്ങനെ ആയപ്പോ ഞങ്ങള് കംപ്ലൈന്റ് പറഞ്ഞു, ടീച്ചറോട് തന്നെ പറഞ്ഞു, ടീച്ചർ എന്തിനാ ഇങ്ങനെ കുറക്കണത് പറഞ്ഞിട്ട്. അതില് സയൻസ് ഗ്രൂപ്പ് ആയിരുന്നു ഞാൻ. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും മാർക്ക് പ്രോഗ്രസ് കാർഡ് നോക്കിയിട്ട് മാത്സിന് കുറവാണ്, ബാക്കിയുള്ള സബ്ജക്റ്റിനൊക്കെ കുറവാണ്, അതുകൊണ്ട് ഇംഗ്ലീഷിന് മാർക്ക് ഇട്ട് തരാൻ പറ്റില്ല പറഞ്ഞിട്ട് എല്ലാരും മാർക്ക് ഉള്ളതും കുറച്ചു, C മാർക്കൊക്കെ കട്ട് ചെയ്തു. അപ്പൊ പിന്നെ അങ്ങനെ ബാക്കിയുള്ള ടീച്ചർ ഇംഗ്ലീഷാണ് എടുക്കുന്നത്, പിന്നെ മാത്സിന് കുറവാണ്, ഫിസിക്സിന് കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇംഗ്ലീഷിന്റെ മാർക്ക് കുറക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയി. നമ്മൾ കംപ്ലൈന്റ് ഒക്കെ കൊടുത്ത് പിന്നെ ഓഫീസിൽ പോയി പറഞ്ഞിട്ടൊക്കെയാണ് പിന്നെ ടീച്ചറെ മാറ്റി തരുകയായിരുന്നു ചെയ്തത്. +2 ആയപ്പോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായപ്പോ അങ്ങനെയുള്ള അനുഭവങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുന്നത് അല്ലേ? ശരിയല്ലേ? അതെ. ഓക്കെ, അപ്പൊ നമുക്ക് സമയമായി, നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നാളെ കാണാം. നാളെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Okay, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am. Thank you. Good night, ma'am. Thank you, ma'am. Thank you.